കേവലം 6-7 ആയത്തുകൾ മാത്രമുള്ള ഒരു കുഞ്ഞൻ സൂറത്ത്, കിട്ടുന്നത് വമ്പൻ നേട്ടങ്ങളും. സുബ്ഹാനല്ലാഹ്, കച്ചവടം റാഹത്തായി കിട്ടാൻ, സമ്പത്ത് വർദ്ധിച്ചു കിട്ടാൻ, അതുപോലെ ഒട്ടനവധി കണ്ണേറിൽ നിന്ന് രക്ഷ കിട്ടാൻ, സിഹർ പോലോ തടങ്ങറിൽ നിന്ന് കാവൽ കിട്ടാൻ, ശൈത്താൻ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ തുടങ്ങി, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് രക്ഷ കിട്ടാൻ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന കുഞ്ഞൻ സൂറത്ത്. സംഗതി ചെറുതാണെങ്കിൽ, നമ്മൾ മുമ്പൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, അമ്പലം ചെറുതാണെങ്കിലും വിഗ്രഹം വലുതാണിത്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിൽ സംഗതി കുറഞ്ഞ ആയത്തുകളും ചെറിയ സൂറത്തുമാണ്, പക്ഷേ ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സൂറത്ത് ഇൻഷാ അല്ലാഹ് പഠിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ നല്ലൊരു അമല് പറഞ്ഞുതരാം. നമ്മുടെ കുറേ കാര്യങ്ങൾക്കുള്ള റാഹത്ത് ലഭിക്കാനുള്ള, സന്തോഷം ലഭിക്കാനും സമാധാനം കിട്ടാനുള്ള കുറേ ചൊല്ലേണ്ട ഒരു അമൽ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. ഒട്ടനവധി നേട്ടങ്ങളും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് മുഴുവനായി ഒന്ന് കേട്ട് നോക്കുക. വീഡിയോ അവസാനം വരെ കേട്ടാൽ നമുക്കൊരിക്കലും ഈ ഒരു ക്ലാസ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തൂല. ഇൻഷാ അല്ലാഹ് ഉറപ്പുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ വിളിച്ചു പല വിഷമങ്ങളും പറയുന്നവരുണ്ട്, സങ്കടങ്ങൾ പറയുന്നവർ, പ്രശ്നപരിഹാരങ്ങൾ ചോദിക്കുന്നവർ, എല്ലാവരും പല ആളുകൾക്കും നമ്മൾ പ്രശ്നപരിഹാരങ്ങൾ ചെയ്തു കൊടുത്തത്, വിളിച്ചിട്ട് അതിൻ്റെ സന്തോഷം അറിയിക്കുന്നവർ. അൽഹംദുലില്ലാഹ്, അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷം, റാഹത്താണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. പല ആളുകളും വിളിച്ചിട്ട് ഉസ്താദ് ഞങ്ങളുടെ കാര്യങ്ങൾ റാഹത്തായിട്ടില്ല, നിങ്ങൾ ദ്വാരക്കണേ എന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ എല്ലാവരോടും ഒന്ന് വസിയത്ത് ചെയ്യാണ്. നിങ്ങളെല്ലാവരും ആ സാധുക്കൾക്ക് വേണ്ടിയൊക്കെ ദുആ ഇറക്കണം. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, ഇപ്പം നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഇത്ര പ്രയാസങ്ങളും പ്രശ്നങ്ങളും എന്ന്. അങ്ങനല്ല. ഇപ്പം എന്നെ വിളിക്കുന്ന ഒരു 100 ആളുകളുണ്ടെങ്കിൽ അതിൽ 90% ആളുകളും ജീവിതത്തിൽ വല്ലാതെ കഷ്ടപ്പെട്ടിട്ട് ഇടങ്ങേറായിട്ടൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ഇറക്കുക അവർക്ക്. ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു അമൽ പറഞ്ഞുതരാം നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്ത് ലഭിക്കാൻ. ഞാൻ ആദ്യം ഒന്ന് എണ്ണി പറഞ്ഞിട്ട്, കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ ആ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാൻ, വർധനവുണ്ടാകാൻ, ലാഭം വർദ്ധിച്ചു കിട്ടാൻ, അതുപോലെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർ, ചില ആളുകൾക്ക് ശമ്പളം മുടങ്ങിക്കിടക്കുന്നവരുണ്ടാകും, കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നവർ, അത്തരത്തിലുള്ള ആളുകളുടെ ശമ്പളം പെട്ടെന്ന് കിട്ടാനും, അവരുടെ ശമ്പളം കൃത്യമായി കിട്ടാനും, സാലറി വർദ്ധിച്ചു കിട്ടാനും, അതുപോലെ കച്ചവട സ്ഥാപനത്തിൽ ആരെങ്കിലും ഒരാൾ ഇരുന്നിട്ട് ഈ പറയുന്ന സൂറത്ത്, കുഞ്ഞൻ സൂറത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവിടേക്ക് കസ്റ്റമേഴ്സ് വരാൻ, അതൊക്കെ എന്താണ്, വാങ്ങാനുള്ള ആളുകൾ അതിലേക്ക് കൂടുതലായി വരാനും, അതുപോലെ ഈമാൻ വർദ്ധിക്കാനും, അതുപോലെ ഇബ്ലീസിന്റെ ഷെറിൽ നിന്നും രക്ഷ കിട്ടാനും, സാധനങ്ങളൊക്കെ പെട്ടെന്ന് വിറ്റഴിഞ്ഞു പോകാനും, വിൽപ്പന നടക്കേണ്ട സംഗതികൾ പെട്ടെന്ന് വിറ്റഴിഞ്ഞു പോകാനും, ഇങ്ങനെ എണ്ണി മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് ഇതിൻ്റെ ഫലായിൽ. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളുള്ളവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമലാണ്. ഏതാണ് സൂറത്ത് എന്ന് പറഞ്ഞിട്ട്? സൂറത്തുൽ കാഫിറൂനാണ്. കാഫിറൂൻ സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്തല്ലേ. കുൽ എന്നതുകൊണ്ട് തുടങ്ങുന്ന ചെറിയ സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് കുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നമുക്കൊന്ന് ഓതിയാലോ? എൻ്റെ കൂടെ ഓതൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. صدق الله العظيم. വളരെ മനോഹരമായി നമുക്ക് ഓതാൻ പറ്റിയൊരു സുഹൃത്താണ്. ചില ആളുകൾ ഉൽ കാഫിറൂൻ ഓതിയിട്ട് തീരുന്നില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ആവർത്തിച്ച് ഇങ്ങനെ റിപ്പീറ്റ് വരുന്ന ആയത്തായതുകൊണ്ട് എന്ത് ചെയ്യുക, വല അന്തും ആബിദൂനും ആബിദു വലാന ആബിദും ആബത്തും വല അന്തും ആബിദൂനും ആബിദു വലാന ആബിദും ആബത്തും, ഇങ്ങനെ എന്ത് ചെയ്യും, റിപ്പീറ്റായി പോയിട്ട് ഇത് തീരാതെ ഓതാൻ പറ്റിയൊരു സുഹൃത്താണ്. തമാശയായിട്ട് പറഞ്ഞാണ്. എന്ത് ചെയ്യുക, നമുക്ക് പഠിക്കാനൊക്കെ വളരെ എളുപ്പമുള്ളൊരു സുഹൃത്താണ്, നമുക്കൊക്കെ അറിയുന്ന സുഹൃത്താണ്. ഈ ഒരു സുഹൃത്ത് 4 തവണ ആരെങ്കിലും ഈ ഒരു സുഹൃത്ത് പാരായണം ചെയ്താൽ അവരൊരു ഖത്മോദിയ കൂലി ഉണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. 4 തവണ ആരെങ്കിലും ഒരാൾ കുൽ കാഫിറൂൻ ഓതി, വെറുതെ ഓതി, അയാൾക്ക് ഒരു ഖത്മ ഓതിയ കൂലി കിട്ടും, ഖുർആൻ മുഴുവൻ ഓതിയ കൂലി കിട്ടും. അപ്പോൾ അത്രയും പവറുള്ളൊരു സുഹൃത്താണ്. ആരെങ്കിലും ഒരാൾ തൻ്റെ കച്ചവട സ്ഥാപനത്തിലോ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണ് ജോലി ചെയ്യുന്ന സ്ഥലത്തോ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഈ കുൽ കാഫിറൂൻ എന്ന സുഹൃത്ത് ആവർത്തിച്ച് ഓതി, അവർക്ക് എണ്ണമില്ലാതെ ഇങ്ങനെ എന്ത് ചെയ്തു ആവർത്തിച്ച് ഓതാം. ആ വ്യക്തിയുടെ കച്ചവട സ്ഥാപനത്തിലാണെങ്കിൽ ആ സ്ഥാപനത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കുന്ന വലിയ ബർക്കത്ത് എടുക്കുക. കച്ചവട സ്ഥാപനത്തിൽ അള്ളാഹു ഉയർത്തും. ശമ്പളങ്ങൾ അള്ളാഹു എന്ത് ചെയ്യും, ഇനി ജോലി സ്ഥലത്താണെങ്കിൽ അള്ളാഹു അവരുടെ സാലറിയിൽ, ശമ്പളത്തിൽ വർധനവ് കൊടുക്കും, സമ്പത്തിൽ വർധനവ് കൊടുക്കും. വീട്ടിലാണെങ്കിൽ വീട്ടിൽ ബർക്കത്ത് അള്ളാഹു ചെയ്ത് കൊടുക്കും. സാധനങ്ങൾ വിറ്റഴിച്ചു പോകേണ്ട സ്ഥലത്താണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ അള്ളാഹു കച്ചവട സ്ഥലത്ത് ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് വിറ്റഴിക്കാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കും. ഇത്തരത്തിൽ ഒരുപാട് നേട്ടങ്ങൾ തന്നെ പറയുന്നുണ്ട്.
കച്ചവട സ്ഥാപനത്തിൽ ആരെങ്കിലും വരുന്ന ഈ ഒരു സൂറത്ത് പാരായണം ചെയ്താൽ ആളുകൾക്ക് നമ്മളുടെ കടയിലേക്ക് വരാനുള്ളൊരു ആകർഷണം തോന്നും. പല ആളുകളും നല്ല ഉഷാറായിട്ട് കടകളൊക്കെ പണിഞ്ഞിട്ടുണ്ടാവും അല്ലേ, അതായത് കണ്ണായ സ്ഥലത്ത് ടൗണിൽ നല്ല കടയൊക്കെ വെച്ചു, പക്ഷേ ആളുകൾ തിരിഞ്ഞു നോക്കണില്ല. ഇപ്പോൾ എല്ലാവരും പോയിട്ട് ഇങ്ങോട്ട് നോക്കണേ എന്ന് വിളിക്കാൻ പറ്റും, അങ്ങനെയല്ല. ആളുകൾക്ക് തോന്നിയിട്ട് ചില കടകളുണ്ടാവും, നമ്മുടെ നാട്ടിൽ ചില പെട്ടിക്കടകളുണ്ടാവും, കാണാനൊരു ചേലും കോലും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്നാലും ആളുകൾ അവിടേക്ക് ഇടിച്ചിരമ്പി കയറുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു യാത്ര ഇങ്ങനെ നാട്ടിലേക്ക് പോരുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് വല്ലാത്ത കൂട്ടം നോക്കുമ്പോൾ അവിടെ ചെറിയൊരു മാടപ്പീടിക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു ചെറിയൊരു കട, അവിടെ ചായക്കടയാണ്, ചായയും ചെറിയ കടികളും ഒക്കെയുള്ള. അവിടെയാണ് ഭയങ്കര ആളും കൂട്ടവും. അവിടെ അടുത്ത് വേറെ ഹോട്ടലുകളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ ഒന്നും കാണാത്തൊരു തിരക്ക് ഈ ഒരു കടയുടെ മുമ്പിൽ. ഞാനും നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ഒന്ന് പോയിട്ട് അവിടെ കുറേ ആളുകൾ കൂടിയിരിക്കുന്ന കണ്ടപ്പോൾ പോയിട്ട് എന്ത് ചെയ്ത് അവിടെ ഒരു ചായ കുടിച്ചു. ഒക്കെ വെറുതെ പറയല്ല, അൽഹംദുലില്ലാ നല്ല ചായ, നല്ല ഉഷാർ ചായ. അവിടെ ആൾ കൂടാനുള്ള കാരണം അതാണ്. ഇത് അള്ളാഹു കൊടുക്കുന്ന ഒരു നിയമത്താണല്ലോ. അതേ സമയത്ത് അവിടുത്തെ ചായ സാധാരണഗതിയിൽ ഒരു ലോക്കൽ ചായ ആണ് എങ്കിൽ അവിടേക്ക് ആളുകൾ വരുന്നത് ഇത്രയും ഉണ്ടാവില്ല. അത് റബ്ബ് നമ്മുടെ കടയിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക എന്നുള്ളത് അങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഒരു ബർക്കത്ത്, ഒരു തിരുനോട്ടം കിട്ടുക എന്നുള്ളത് ഇതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സൂറത്ത് ആരെങ്കിലും തൻ്റെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് പാരായണം ചെയ്താൽ ജനങ്ങളുടെ കൽബ് അവിടേക്ക് അള്ളാഹു ആകർഷിപ്പിക്കും. ജനങ്ങളുടെ കൽബ്, മനസ്സും നോട്ടവും ഒക്കെ അങ്ങോട്ട് തിരിയും, അവിടേക്ക് വരാൻ ആളുകൾക്ക് തോന്നും ഇല്ലേ. അള്ളാഹു അത്തരത്തിൽ നമ്മൾ കച്ചവട സ്ഥാപനത്തേക്ക് വിജയിപ്പിച്ച് തരട്ടെ. ഒരുപാട് ആളുകൾ അത്തരത്തിൽ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. പലരും ലക്ഷങ്ങൾ മുടക്കി, കോടികൾ മുടക്കിയിട്ട് കച്ചവടം തുടങ്ങിയ ആളുകൾ, അത് ഒന്നുമല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വിജയം നൽകട്ടെ. ഇനി ഷിർക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ലൊരു ആയുധമാണ് ഈ ഒരു സൂറത്ത് പതിവാക്കുന്നവർ ഷിർക്കിപ്പെട്ടു പോകൂല എന്ന്. ഷിർക്കിൽ ദൈവാരാധനയിൽ പെട്ടുപോകൂല, അള്ളാഹു കാത്തു രക്ഷിക്കുമാറാട്ടെ. ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു സൂറത്ത് രാത്രിയിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ആ രാത്രി മുഴുവൻ അള്ളാഹു ബറക്കത്ത് ചെയ്ത് കൊടുക്കും. രാവിലെയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ ആ പകൽ മുഴുവൻ അള്ളാഹു ബറക്കത്ത് ചെയ്ത് കൊടുക്കും. രാത്രി പാരായണം ചെയ്തു കഴിഞ്ഞാൽ രാത്രി മുഴുവനായിട്ട് അള്ളാഹു ബറക്കത്ത് ചെയ്ത് കൊടുക്കുക, ഷെറുകളിൽ നിന്ന് കാവൽ ലഭിക്കും. അതുപോലെ പകലാണ് ഈ ഒരു സൂറത്ത് ഓതുന്നതെങ്കിൽ, രാവിലെയാണ് ഓതുന്നതെങ്കിൽ ആ ദിവസത്തെ മുഴുവൻ ആ പകലിലും എന്ത് ചെയ്യും, അള്ളാഹു ബറക്കത്ത് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചതായി കാണാം. ഇനി അതുപോലെ തന്നെ കണ്ണീർ പോലത്തെ ഇടങ്ങേറിൽ കഴിയുന്നവരാണ് പല ആളുകളും വിളിച്ചിട്ട് അതെ കണ്ണീറുണ്ടോ എന്ന് സംശയമുണ്ട്, അതുപോലെ സിഹ്ർ ചെയ്താണോ എന്ന് സംശയമുണ്ട്. അങ്ങനെ സംശയത്തിൽപ്പെട്ട ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ പറയുന്നത്. കണ്ണീറിൽ നിന്നും സിഹറിൽ നിന്നും നാവേർ പോലത്തെ പ്രശ്നത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കിട്ടാൻ ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യാം. ഈ ഒരു സൂറത്ത് ഓതുക, ശരീരത്തിലേക്ക് മന്ത്രിക്കാം. ഇഷ്ഫി എന്ന് പറഞ്ഞ ശരീരത്തിലേക്ക് എന്ത് ചെയ്യാം, മന്ത്രിക്കാം. ഇത് കുട്ടികൾക്ക് ഓതി മന്ത്രിപ്പിച്ചു കൊടുക്കാം, അവരുടെ ശരീരത്തിലേക്ക് മന്ത്രിക്കാം. ഇത് ഓതിയിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് ഇഷ്ഫി എന്ന് മന്ത്രിച്ചാൽ അത് കുടിക്കാം. മനസ്സിലായോ? 3 രൂപ മനസ്സിലാവും. ഒന്ന് ശരീരത്തിലേക്ക്, നമുക്ക് സ്വന്തം ശരീരത്തിലേക്ക് മന്ത്രിക്കുക, ഓതി ഇഷ്ഫി എന്ന് ഓതുക. രണ്ടാമത്തത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യുക, ഓതി മന്ത്രിച്ചു കൊടുക്കുക. മൂന്നാമത്തത് വെള്ളത്തിൽ ഓതി മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക, കുടിക്കുക. അതുപോലെ മുമ്പ് കാലത്തൊക്കെ ഇത് സ്ഥിരമായി ചെയ്തിരുന്നൊരു പരിപാടിയാണ്. ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാരൊക്കെ അവർ നിരന്തരം ചെയ്തിരുന്നൊരു അമലാണ് എന്ത് ചെയ്യും, കുലിയാൽ കാഫിറൂൻ പാരായണം ചെയ്തിട്ട് എന്ത് ചെയ്യും, ഓതി മന്ത്രിച്ച് മക്കൾക്കും അതുപോലെ തന്നെ അവരും സ്വന്തത്തിലൊക്കെ ചികിത്സ ചെയ്യുന്നൊരു രൂപമുണ്ടായിരുന്നു കുലിയാൽ കാഫിറൂൻ വെച്ചിട്ട്. നമുക്കത് ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകാൻ. മാനസിക വിഷമങ്ങളിൽ കഴിയുന്നവരാണ്, ടെൻഷനിൽ കഴിയുന്നവരാണെങ്കിൽ ആ ടെൻഷൻ മാർക്ക് കിട്ടാൻ സൂറത്തുൽ കാഫിർ ഉപകരിക്കും. ടെൻഷൻ എന്തോ ആയിക്കൊള്ളട്ടെ, എത്ര വലിയ മാനസിക പ്രതിസന്ധിയിൽ കഴിയുന്നവരാണെങ്കിലും ടെൻഷൻ നീങ്ങി കിട്ടാൻ ഈ ഒരു കുഞ്ഞൻ സൂറത്ത് ഓതിയാൽ മതിയെന്നേ. അള്ളാഹു തൗഫീഖ് ഓതി നോക്കി ഇൻഷാ അല്ലാ. പല ആളുകളും ടെൻഷൻ കൊടുത്ത് മരിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളില്ലേ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാട്ടെ. ചിലർ നാട് വിട്ടുപോകും, ഇവിടുന്ന് എങ്ങനെയൊക്കെ ആളുകളുടെ മുമ്പിൽ നിന്ന് പോയി കിട്ടിയാൽ എന്ത് ചെയ്യുക, പിന്നെ ചോദ്യം പറച്ചതൊന്നും ഉണ്ടാവില്ലല്ലോ നേരിട്ട്. അപ്പം അത്തരത്തിലൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഈ ടെൻഷനും പ്രയാസങ്ങളൊക്കെ നീങ്ങി കിട്ടിയാൽ, സമാധാനം കൽബിൽ കിട്ടിയാൽ ഇതിനുള്ള വഴികളൊക്കെ നമുക്ക് ഒപ്പിക്കാൻ കഴിയുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി സുബഹി നിസ്കാര ശേഷം ആരെങ്കിലും ഒരാൾ ഈ ഒരു സൂറത്ത് ഒരു വട്ടം ഓതി, എന്നാൽ ആപത്ത്, മുസീബാത്തുകൾ, ഇടങ്ങേറുകളിൽ നിന്നും എല്ലാം ആ ദിവസം അയാൾക്ക് കാവലുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും മുസീബാത്തുകളിൽ നിന്നും അന്നത്തെ ദിവസത്തെ അള്ളാഹു കാക്കും. രാത്രിയാണ് ഓതുകയെങ്കിലോ രാത്രി ഇടങ്ങേറുകളിൽ നിന്ന് കാവൽ ലഭിക്കുകയും ദുസ്വപ്നങ്ങൾ കാണുന്നതിന് തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുകയും ചെയ്യും. ദുസ്വപ്നം കണ്ടിട്ട് പേടിച്ച് ഞെട്ടി ഉണരുക അതുണ്ടാവില്ല. അപ്പം മക്കളൊക്കെ കിടക്കുന്നതിന് മുമ്പ് അവരെ കൊണ്ട് എന്ത് ചെയ്യുക, കുലിയാൽ കാഫിറൂൻ ഓദിച്ചിട്ട് കിടത്താം. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, അള്ളാഹു അവർക്കും ഇത് എന്ത് ചെയ്യാൻ സുഖമായ ഉറക്കം നൽകുകയും ഇടങ്ങേറില്ലാതെ റാഹത്തായി ഉറങ്ങാനൊക്കെ തൗഫീഖ് കൊടുക്കുകയും ചെയ്യും. ഇതുപോലെ ഇനി ആരെങ്കിലും ഒരാൾ രോഗികളായി കഴിയുന്നവരാണെങ്കിൽ അവർക്ക് മന്ത്രിച്ച് വെള്ളത്തിലേക്കോ മറ്റോ മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ഭക്ഷണത്തിൽ വെള്ളം കുടിക്കാൻ കൊടുക്കുക. ഇനി അല്ലെങ്കിൽ മരുന്നിലേക്ക് മന്ത്രിച്ചിട്ട് അവർക്ക് ആ മരുന്ന് കഴിക്കാൻ കൊടുക്കാം. അവർ സ്ഥിരമായി കഴിക്കുന്ന മരുന്നിലേക്ക് ഈ ഒരു സൂറത്ത് ഓതി ഇഷ്ഫി എന്ന് മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യാം, അവർക്ക് ആ മരുന്ന് കൊടുക്കുക. അവർക്ക് അതിൽ ഷിഫ അള്ളാഹു കൊടുക്കുന്നതാണ് എന്ന്, ഷിഫ കൊടുക്കും. ഇനി ഒരു അവസ്ഥ, ഒരു റാഹത്തില്ലാതെ, അതായത് മരണാസന്നമായി കിടക്കുന്ന ചില ആളുകൾ സക്കറാത്തിൻ്റെ ഹാൽ കിടന്ന് ഇങ്ങനെ ഇടങ്ങേറാകുക,
മരിച്ച് ഒന്ന് നമ്മളിങ്ങനെ കുടുംബാദികളായി ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ അവർക്കും റാഹത്താണ്. ഇവരിങ്ങനെ കിടന്ന് നരകിക്കുകയാണ്. എത്രയോ ഉമ്മമാർ ഉപ്പമാർ അങ്ങനെ ഉണ്ട്, കിടന്ന കടപ്പിൽ കിടന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, നരകിക്കുക തന്നെ, ശരീരം പൊട്ടിയൊലിക്കേണ്ട അവസ്ഥയൊക്കെ വന്നവരുണ്ട്. അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ, അതായത് മരണാസന്നമായി കിടക്കുന്ന ആളുകൾക്ക് ഈ ഒരു സൂറത്ത് മന്ത്രിച്ച് വെള്ളം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് റാഹത്തായ സുഖമുള്ള ഈമാനുള്ള മരണം അല്ലാഹു കൊടുക്കുന്നു. അള്ളാഹു കിടന്ന് നരകിക്കുന്നവർക്കൊക്കെ അതങ്ങനെ സലാമത്താക്കുമാറാകട്ടെ. ഒന്നിരിക്കൽ അള്ളാഹു ഷിഫാ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഷിഫാ നൽകി പെട്ടെന്ന് സലാമത്ത് നൽകട്ടെ. ഇനി അതല്ല മരണമാണ് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ റാഹത്തുള്ള ഈമാനോട് കൂടിയിട്ടുള്ള മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ഇനി ഒരു അമലും കൂടെ ലാസ്റ്റ് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലുമൊക്കെ മുടങ്ങാതെ നമ്മുടെ ദിവസവും കൊണ്ടു നടക്കാൻ പറ്റിയ ജീവിതത്തിൽ വലിയ ബറക്കത്തും സന്തോഷമൊക്കെ ഉണ്ടാകാൻ അവസരം കിട്ടണമെങ്കിൽ വെച്ചടി നമ്മുടെ ജീവിതത്തിൽ കയറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന സൂറത്തുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ ഇൻഷാ അല്ലാഹ്. അത് ജീവിതത്തിൽ ഓതാ ഇൻഷാ അല്ലാഹ്. ഒന്ന് സൂറത്തുൽ ഫാത്തിഹ ഒരു വട്ടം ഓതുക, അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഒരു വട്ടം ഓതുക, സൂറത്തുൽ കാഫിറുൻ 3 തവണ ഓതുക, സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതുക, സൂറത്തുൽ ഫലഖ് 1 തവണ ഓതുക, സൂറത്തുൽ നാസ് അതായത് അവസാനത്തെ സൂറത്തുകൾ ഓരോ തവണ ഓതുക. ഈ ഒരു എണ്ണം നിങ്ങൾ വെച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ 1, ആയത്തുൽ കുർസി 1, കാഫിറുൻ 3, ഇഖ്ലാസ് 3, സൂറത്തുൽ ഫലഖ് 1, സൂറത്തുൽ നാസ് 1 ഇത് ചൊല്ലിയ ശേഷം ഏതെങ്കിലും ഒരു 3 സ്വലാത്തും ചൊല്ലിയിട്ട് ദുആ ഇറക്കുക. അള്ളാഹു അവരുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ചെയ്ത് കൊടുക്കും. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നിലനിർത്താനുള്ള ഭാഗ്യം നൽകട്ടെ. ഒക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് ഇൻഷാ അല്ലാഹ് എൻ്റെ വിചാരം അങ്ങനെയാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങളുടെ കൂടെ കൂട്ടുക, ഇൻഷാ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ദുആ വസിയത്തുകളും ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. പല ആളുകളും അത്തരത്തിൽ നമുക്ക് മെസ്സേജുകൾ അയക്കുന്നവരുണ്ട്, അതുപോലെ പേഴ്സണലായിട്ട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ഇറക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട്, പ്രശ്നപരിഹാരം തേടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.